തൃശൂരിന്റെ സാന്ത്വന സ്പർശമായിരുന്ന ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടിന്റെ വിയോഗം സഭയ്ക്കും സഭാമക്കൾക്കും മാത്രമല്ല സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർക്കും തീരാ നഷ്ടമായി മാറി. വൈദിക ജീവിതത്തോടൊപ്പം വൈദ്യശാസ്ത്രത്തെയും മനുഷ്യസേവനത്തിനുള്ള ഉപാധിയാക്കി മാറ്റിയ ബിഷഗ്ഗുരനായിരുന്നു ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്. തന്റെ 72ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇഹലോകത്തോട് വിട പറയുമ്പോൾ സാമൂഹ്യ സാംസ്കാരിക സേവന മേഖലകളിൽ നിരവധി പേർക്ക് സാന്ത്വന സ്പർശമായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തൃശൂർ നഗരത്തിൽ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഫ്രാൻസിസ് ആലപ്പാട്ടിന് ചെറുപ്പത്തിൽ തന്നെ വൈദികനാകണമെന്നായിരുന്നു മോഹമെങ്കിലും വീട്ടുകാരുടെ ആഗ്രഹപ്രകാരം BScയും MScയും പഠിച്ച ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBSനും ചേർന്നു. അപ്പോഴും വൈദികനാകണമെന്ന മോഹം മനസ്സിൽ കൊണ്ടുനടന്ന അദ്ദേഹം അക്കാലത്തും നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു. തൃശൂർ പൂരനഗരിയിലെ ഒടിഞ്ഞുവീണ ഇലഞ്ഞിമരത്തിന് നൽകിയ പരിചരണം മാതൃകയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് തൃശൂർ പൂരം വെടിക്കെട്ട് ദുരന്തത്തിൽ പരിക്കേറ്റവർക്ക് ജൂബിലി മിഷൻ ആശുപത്രിയിൽ സൗജന്യ ചികിത്സ ഏർപ്പെടുത്തിയത് ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ടിന്റെ ഇടപെടലോടുകൂടിയായിരുന്നു. ജില്ലയിലെ ആരോഗ്യ ജീവകാരുണ്യ മേഖലകളിൽ ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച നിരവധി സ്ഥാപനങ്ങളുടെ ചുക്കാൻ പിടിച്ചതും ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ടാണ്. കോവിഡ് ബാധിതനായതിനെ തുടർന്ന് ശാരീരിക അവശതകൾ നേരിട്ട അദ്ദേഹം കഴിഞ്ഞ 2 വർഷത്തോളമായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ വിശ്രമ ജീവിതം നയിച്ചുവരികയായിരുന്നു. സംസ്കാര ശുശ്രൂഷകൾ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം പിന്നീട് നടത്തും. ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ടിന്റെ കണ്ണുകൾ ദാനം ചെയ്തു. TCV ന്യൂസ്, തൃശൂർ.